തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസ് വഴിത്തിരിവിലേക്ക്. കുഞ്ഞിനെ കൊന്നത് കുട്ടിയുടെ അമ്മ തന്നെയെന്ന് പ്രതി ഹരികുമാറിന്റെ നിർണായക മൊഴി. തിരുവനന്തപുരം റൂറൽ SP KS സുദർശനോട് ജയിലിൽ വെച്ചാണ് ദേവേന്ദുവിന്റെ അമ്മാവൻ മൊഴി നൽകിയത്. ഇതോടെ അമ്മ ശ്രീതുവിനെയും ഹരികുമാറിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് കോടതിയുടെ അനുമതി തേടി. ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന സ്ഥലത്താണ്. 4.5 മാസങ്ങൾക്ക് മുമ്പ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം അച്ഛൻ്റെയും അമ്മൻ്റെയും സഹോദരൻ്റെയും കൂടെ കിടന്നുറങ്ങുന്ന കുട്ടി, അതും 2.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ അതിക്രൂരമായി കിണറ്റിലെറിഞ്ഞു കൊല്ലും. എന്തായാലും ബാക്കി വീഡിയോസും കൂടി കേൾക്കാം. 4.5 മാസങ്ങൾക്ക് മുമ്പ് ദേവേന്ദു എന്ന 2 വയസ്സുകാരിയെ എറിഞ്ഞു കൊന്നത് ഈ കിണറ്റിലാണ്. അച്ഛനും അമ്മയും അമ്മാവനും സഹോദരനുമൊക്കെയൊപ്പം ഈ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ദേവേന്ദുവിനെ കഴിഞ്ഞ ജനുവരി 30 പുലർച്ചെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മാവൻ ഹരികുമാറാണ് ഏക പ്രതി എന്ന് കരുതിയ കേസിലാണ് ഇപ്പോൾ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ സ്വന്തം സഹോദരനുള്ള വഴിവിട്ട താല്പര്യത്തിന് കുഞ്ഞ് തടസ്സമാണെന്ന ദേഷ്യത്തിൽ കൊന്നെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഹരികുമാറിനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് നിർണായക മൊഴി വരുന്നത്. എന്തുവാടേ, ഒരു സ്വന്തം ഒരു അമ്മക്ക് കഴിയോടെ ഇതിനൊക്കെ? ഒരു ചെറുപ്രായം 2 വയസ്സും പ്രായം മാത്രമുള്ളൊരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ. അവരൊരു സ്ത്രീയാണോ? അവരൊരു അമ്മയാണോ? എന്തായാലും കഷ്ടം തന്നെ. സ്വന്തം സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ കുഞ്ഞിനെ കൊന്നതെന്നാണ് ഇതുവരെ പോലീസിൻ്റെ അന്വേഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളതിൽ ഹരികുമാർ എന്നായി, അതായത് ഈ സ്ത്രീയുടെ സഹോദരൻ എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. അതായത് പോലീസിന് കിട്ടിയ റിപ്പോർട്ട് ഇതുവരെ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുങ്ങുന്നായപ്പോൾ ആൾ സത്യം പറഞ്ഞു. ഇപ്പോൾ പ്രതി പറയുന്നത് സ്വന്തം അമ്മ തന്നെയാണ് കുട്ടിയെ കൊന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ സ്ത്രീയെ, കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ ഇതുവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും ജയിലിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും പോലീസിനെ അന്വേഷിക്കട്ടെ, ബാക്കിയോടെ കണ്ടെത്തട്ടെ, യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയട്ടെ. ഒരു പക്ഷേ കേസ് തെളിഞ്ഞ് ഇനി ആ സ്ത്രീ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്നുണ്ടെങ്കിൽ ഒരിക്കലും പുറം ലോകം കാണാത്ത രീതിക്ക് അവരെ തടവിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.